നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതോത്സവം 2025 21 ദിന പദ്ധതികൾ ഇടയാറന്മുള AMM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഡ്രഗ് അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, സൂയിസൈഡൽ ടെൻഡൻസി ഇതിനൊക്കെതിരെ നമ്മുടെ കുട്ടികളെ സജ്ജമാക്കുന്ന 21 സുദിനങ്ങൾ എന്നീയൊരു പദ്ധതിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആകാശ് മല്ലി, നിങ്ങൾ സ്വന്തം പത്രമായിട്ട് സില്ല അഭിയാണ്. ഞാൻ ഇടയാറന്മുള AMM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ജീവിതോത്സവം 2025 എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ലഹരിയിൽ നിന്നും, ഫോൺ ഉപയോഗത്തിൽ നിന്നും, ഡ്രഗ്സ് അഡിക്ഷൻ അതിൽ നിന്നെല്ലാം നമ്മളൊരു മുക്തി നേടാനാണ് ഇപ്പോൾ അവരൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്തി വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി ഇടയാറന്മുള AMM HSSലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജീവിതോത്സവം പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ലഹരി ഉപയോഗത്തിനും സ്ക്രീൻ അഡിക്ഷനും ആത്മഹത്യയ്ക്കും അക്രമവാസനയ്ക്കുമെതിരെ കുട്ടികളെ സജ്ജമാക്കുന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കും. ഏഷ്യാനെറ്റിലെ പത്രമാറ്റ് സീരിയലിലെ നിങ്ങളുടെ സ്വന്തം നന്ദനയാണ് വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്തി വ്യക്തിവികസനം ലക്ഷ്യമാക്കി ഇടയാറന്മുള AMM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടപ്പിലാക്കുന്ന ജീവിതോത്സവം എന്ന പദ്ധതിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ലഹരി ഉപയോഗം, സ്ക്രീൻ അഡിക്ഷൻ, ആത്മഹത്യാ പ്രേരണ, അക്രമവാസന എന്നിവയ്ക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമസ്കാരം, ഞാൻ ഗ്രീഷ്മ. നല്ലൊരു നാളേക്കായി നമുക്കൊരുങ്ങാം 21 സുദിനങ്ങൾ. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ജീവിതോത്സവം 2025 21 ദിന പദ്ധതികൾ ഇടയാറന്മുല AMM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തുകയാണ്. നല്ലൊരു നാളേക്കായി നമുക്കൊരുങ്ങാം 21 സുദിനങ്ങൾ എന്ന പദ്ധതിക്ക് വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്തി വ്യക്തിവികസനം ലക്ഷ്യമാക്കി ഇടയാറന്മുള AMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജീവിതോത്സവം പദ്ധതിക്ക് എന്റെ ആശംസകൾ നേരുന്നു. ലഹരി ഉപയോഗത്തിനും സ്ക്രീൻ അഡിക്ഷനും ആത്മഹത്യക്കും അക്രമവാസനയ്ക്കൊക്കെ എതിരെ നമ്മുടെ കുട്ടികളെ സജ്ജമാക്കുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഈ ഒരു ജീവിതോത്സവം ക്യാമ്പയിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.